ഹായ് കൂട്ടുകാരെ, ഇത് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു KSRTC ബസ്സല്ല, ബസ്സിൻ്റെ ഒരു മിനിയേച്ചറാണ്. തിരുവനന്തപുരം കുമാരപുരത്തുള്ള മോഹൻ സാഗര സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാർ ഒരുപാട് വാഹനങ്ങളുടെ മിനിയേച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം, അതോടെ സാറിന് ചെയ്തിട്ടുള്ള മറ്റ് വാഹനങ്ങളുടെയൊക്കെ മിനിയേച്ചറുകളും ഒന്ന് കാണാം. ഇത് സാറ് ചെയ്തിട്ടുള്ള മറ്റൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മിനിയേച്ചറാണ്. സാറ് എങ്ങനെയാണോ ഒരു ടൂറിസ്റ്റ് ബസ് ഇരിക്കുന്നത് അതേ ഫിനിഷിങ്ങിലൊക്കെയാണ് സാർ അത് ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ് മാത്രമല്ല, KSRTC ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരെ സാറ് അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വരുന്ന ഡ്രൈവർ സീറ്റ്, മറ്റുള്ള യാത്രക്കാരിരിക്കുന്ന സീറ്റുകൾ, ഗ്ലാസ് ഒക്കെ എങ്ങനെയാണോ ഒരു KSRTC ബസ്സിൻ്റെ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് പോയി നോക്കിയിട്ട് അതേ രീതിയിലാണ് സാർ മിനിയേച്ചർ ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റു വാഹനങ്ങളുടെ കളക്ഷൻസും മിനിയേച്ചറിൻ്റെ കളക്ഷൻസും സാറിൻ്റെ അടുത്തുണ്ട്. കാറുകൾ, റോൾസ് റോയ്സ്, ബെൻസ്, BMW ഇങ്ങനെയുള്ള കാറുകൾ, പിന്നെ പണ്ടത്തെ കാറുകൾ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ ഉണ്ട്. ലോറികൾ, ജീപ്പുകൾ, ഇങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ സാറാണെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്, കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ ഇതേപോലെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യണമെങ്കിൽ, എക്സിബിഷൻ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാർ വന്ന് അതൊക്കെ കണ്ടക്ട് ചെയ്യും, കുട്ടികൾക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കും. സാറിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാറിന് എന്താണ് നമുക്ക് ഈ മിനിയേച്ചർ കളക്ഷൻസിനെ കുറിച്ചൊക്കെ പറയാനുള്ളതെന്നും നമ്മളോട് എന്താ പറയാനുള്ളതെന്നും. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കാണുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു പുതിയ തലമുറയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് ഒത്തിരി വിശാലമായൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള കഴിവുകൾ നമ്മൾ അത് മിസ്യൂസ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാനും പഠിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടേതായ കൊച്ചു കൊച്ചു കഴിവുകൾ അത് പ്രോത്സാഹിപ്പിച്ച് അത് എക്സിബിറ്റ് ചെയ്യുവാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇന്ന് നമുക്ക് ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാനൊരു അഭിപ്രായം പറയുന്നത്, നമ്മൾ ചെറിയ പ്രായങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടെത്തിയതിന് ശേഷം അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും പൈസ ഇല്ല, അല്ലെങ്കിൽ അത് വില കൂടിയ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതിന് പകരമായിട്ട് നമ്മുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമെന്ന് പറയുന്ന കാര്യങ്ങളെ അവരുടെ കൈകളിലേക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് ഒരു ക്രിയേറ്റീവായിട്ട് നിനക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവുകളെ ഉപയോഗശൂന്യമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് അവർക്ക് വളർച്ചയുടെ പുതിയ പടവുകളിലേക്ക് ഉയർന്നു കയറുവാനായിട്ട് പറ്റും. മാത്രമല്ല, അവർക്കൊരു മാനസിക ഉല്ലാസവും, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ പലവിധമായ അഡിക്ഷൻസ്, മയക്കുമരുന്ന്, മദ്യം, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ വളരെ ദൃശ്യമാധ്യമങ്ങൾ പോലും ഒരു പ്രായത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ TV-യിൽ നമ്മൾ കാണുന്ന സീരിയലുകളാകട്ടെ, സിനിമകളാകട്ടെ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാകട്ടെ, എല്ലാം ഒരു തലമുറയെ മറന്നുകൊണ്ടാണ് പലരും അവർ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു പരസ്യത്തെ നമ്മൾ നോക്കിയാൽ പോലും അതൊരു മുതിർന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുപോലെ ഈ കാര്യങ്ങളുടെ ഒരു അവയർനെസ്സിലേക്ക് വരേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊച്ചു മക്കൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാനൊരു പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. മാത്രമല്ല, ഞാനൊരു മിനിയേച്ചർ ആർട്ടിസ്റ്റ് കൂടെയാണ്. ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് നോക്കിയാട്ടെ. ഇതൊരു ബസ്സിൻ്റെ മിനിയേച്ചറാണ്, നമ്മുടെ ലോ ഫ്ലോർ ബസ്സിൻ്റെ മിനിയേച്ചറാണ്. ഇത് ഞാൻ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. ഞാൻ ചെറിയ പ്രായം തൊട്ട് തന്നെ പലതും ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അത് ചെയ്യുവാനായിട്ട് എന്നെ പലപ്പോഴും ഒരു പരിധി വരെയെങ്കിലും അവരെന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ മുറിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെ പൊട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരോട് പറയും, ഇവിടെ നിന്ന് ചവറാക്കരുത്, ഇതെല്ലാം കൊണ്ട് പുറത്തു കൊണ്ടേ കളയെന്ന് പറഞ്ഞാൽ അവർ അവഗണിക്കരുത്.
അവർക്കുണ്ടാകുന്ന ആ ചെറിയ 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 കാര്യങ്ങളായിരിക്കാം അവർ പിന്നത്തേതിൽ അവരഭിമാനമുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവർ മാറുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും, ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോഡക്റ്റ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കി എക്സിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ പ്രോഡക്റ്റാണ്. ഇതൊക്കെ നമുക്ക് വളരെ വളരെ റീസണബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവർക്ക് ടോയ്സ് വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഒരു നല്ല തലമുറ കെട്ടിപ്പടുത്തുവാൻ, നല്ലൊരു സമൂഹം അവർക്ക് വളർത്തിയെടുക്കുവാൻ നമ്മുടെ ആയുസ്സിൽ നമുക്കത് കഴിയുന്നുവെങ്കിൽ അതുപോലൊരു മഹാഭാഗ്യം വേറെയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ മാതാപിതാക്കളോടും, പ്രത്യേകിച്ച് എൻ്റെ കൊച്ചു മക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കുള്ള കഴിവുകളെ ദൈവം നിങ്ങൾക്കെല്ലാവരും ഏകദേശം നമ്മൾ പഠിക്കുമ്പോൾ 57 കഴിവുകളാണ് ഒരു ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള 57 കഴിവുകൾ അവർക്കുണ്ട്. അതെല്ലാം അവർ പ്രയോജനപ്പെടുത്തുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് രാജ്യത്തിനും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഉന്നതിയിലുള്ളവരായിട്ട് മാറും. പഠിത്തം വേണം. പഠനത്തോടൊപ്പം നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സമൂഹത്തിന് നല്ല മാതൃകകൾ ഉണ്ടാക്കുവാനായിട്ട് പറ്റും. അതിന് സർവശക്തനായ ദൈവം എല്ലാ കൊച്ചുമക്കൾക്കും, മാതാപിതാക്കൾക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നൽകട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.